ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊക്കെ ഫിലിംസിൽ കൂടെ സുപരിചിതമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുവരെ ഈ സ്ഥലത്ത് വന്നിട്ടില്ല. നല്ലൊരു അടിപൊളി നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിലാണ്. നമുക്ക് ഈ സ്ഥലം നമ്മൾ കണ്ടിട്ടുള്ളത് മൺചിത്രത്താഴ് എന്ന് പറഞ്ഞുള്ള സിനിമയിലാണ്. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ഈ സ്ഥലം കാണണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ 2 വർഷമായി കൊച്ചി വന്നിട്ട്, എന്നിട്ട് എനിക്ക് ഇതുവരെ ഈ സ്ഥലത്ത് വരാൻ പറ്റില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കൂടിയിട്ട് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മളിന്ന് ഹിൽ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന പ്ലേസിലാണ് നമ്മുടെ ഹിൽ പാലസിന്റെ ലൊക്കേഷൻ വരുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുരാതന മ്യൂസിയമാണ് ഹിൽ പാലസ്. ഇവിടെ നമുക്ക് മൺഡേസ് എല്ലാം ഹോളിഡേയ്സ് ആയിരിക്കും പാലസിലേക്ക് എൻട്രി ഉണ്ടാവുന്നതല്ല. ബാക്കി എല്ലാ വീക്ക് ഡേയ്സിലും വീക്ക് എൻഡ്സിലും പാലസിലേക്ക് എൻട്രി ഉണ്ടാവുന്നതാണ്. എൻട്രി ടൈമിംഗ് എന്ന് പറയുന്നത് 9 മണി തൊട്ട് 12 മണിയാണ് രാവിലത്തെ സെഷൻ വരുന്നത്. ആഫ്റ്റർനൂൺ 2 മണി തൊട്ട് 4 മണി വരെയാണ് സെഷൻ വരുന്നത്. അതിനുശേഷം നമുക്ക് പാലസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. സോ വരുന്നവർ ടൈമിംഗ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരിക. ഏകദേശം ഒരു 2 മണിക്കൂർ ചുറ്റി കാണാനുള്ളതൊക്കെ ഉണ്ട് ഹിൽ പാലസിൽ. ഈ വലിയ പടവുകൾ കയറി വേണം നമുക്ക് ഹിൽ പാലസിന്റെ മെയിൻ എൻട്രൻസിന്റെ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഏകദേശം 52 ഏക്കർ ചുറ്റളവിലാണ് നമ്മുടെ ഹിൽ പാലസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് മുഖാന്തരവും നമ്മുടെ മെയിൻ എൻട്രൻസിന്റെ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കും. സോ നടക്കാൻ കഴിയാത്തവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ നമുക്ക് കാറിൽ പാർക്കിംഗ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസിന്റെ അങ്ങോട്ടേക്ക് ഈസി ആയിട്ട് എത്താം. സോ അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാവർക്കും നമ്മുടെ പാലസ് കാണാനായിട്ടുള്ള അവസരമുണ്ട്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പാലസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ആസ്വദിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. സാധാരണ യൂഷ്വലി മഴയായിരിക്കും ഓർത്താണ് ഞങ്ങൾ ചെന്നത്. പക്ഷെ അന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഞങ്ങൾക്ക് എല്ലാം തന്നെ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിലെ പുറം ഭംഗികൾ ആസ്വദിക്കുകയാണ് ഞങ്ങളിപ്പോൾ. നല്ല അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള അതേ ഒരു ആംബിയൻസ്, അതേ വൈബ്, എന്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെൻ്റ് ഒക്കെയാണ്. നമ്മുടെ ആ കൊച്ചിയിൽ ആ ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് ഇനിയും ടൈമുണ്ട്. പക്ഷേ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ആകെ നമുക്ക് 2 മണി തൊട്ട് 4 മണി വരെ മാത്രമാണ് സമയം. സോ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ പോയി ഞങ്ങളുടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. നമുക്ക് ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യാനായിട്ടൊരു സ്റ്റാഫ് ഇരിപ്പുണ്ട്. അതുപോലെ ഈച്ച് എൻട്രൻസിലേക്ക് തോന്നും മിക്ക എൻട്രൻസിലും നമ്മൾക്ക് ഈ മ്യൂസിയത്തിനെ കുറിച്ച് പറഞ്ഞു തരാനും പാലസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാഫ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പാലസിൻ്റെ ആ ഒരു ഉൾഭംഗിയും കാഴ്ചകളൊക്കെ കാണാം. നല്ല തടി കൊണ്ടുണ്ടാക്കിയ നല്ല സ്റ്റെപ്സാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു പാലസിൽ കയറുമ്പോൾ നല്ലൊരു തണുപ്പും, അതുപോലെ ആ ഓരോ ടൈൽസിലും കാര്യങ്ങളൊക്കെ ചവിട്ടുമ്പോൾ ആ ഫ്ലോറിൽ ചവിട്ടുമ്പോൾ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് ചിലപ്പോൾ ഒരു നൊസ്റ്റു അടിക്കുന്നതാണോ എന്നും അറിയില്ല. ആ ഒരു ഫിലിംസിൽ കണ്ട ആ ഒരു നൊസ്റ്റു ആണോ എന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ ചെസ് ബോർഡിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള ടൈൽസ് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹിൽ പാലസിൽ പോയത് തന്നെ. കാരണം എനിക്ക് ആ ഒരു മൺചിത്രത്താഴിലെ ആ ഒരു മെയിൻ ഹൈലൈറ്റ് എൻ്റെ മനസ്സിലുള്ളത് ആ ഒരു പാലസിലെ ആ ടൈൽസ് തന്നെയാണ്. ആ ചെസ് ബോർഡിൻ്റെ സ്റ്റൈലിലുള്ള ആ ഒരു ടൈൽസ് അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പാണ് കേട്ടോ, ഫ്ലോറിലൊക്കെ ചവിട്ടുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ അതുപോലെ അവിടുത്തെ ബാൽക്കണി വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഒരു LED വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ പാലസിൻ്റെ ഫുൾ ഏരിയൽ വ്യൂ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ആ ഒരു ഏരിയൽ വ്യൂ കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. ഫുൾ നമുക്ക് ആ പാലസ് ഫുൾ അവർ ആ ഒരു LED TV കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ക്യാബിനറ്റ് ഹാള് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ കൊച്ചി രാജാവിൻ്റെ സിംഹാസനവും അതുപോലെ മന്ത്രിമാരുടെ കസേരകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു സിംഹാസനമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു രാജാവിൻ്റെ സിംഹാസനം
ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന്. എന്ന് വെച്ചാൽ മ്യൂസിയം ഒന്നും എനിക്ക് കാണാൻ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മേ ബി മണിച്ചിത്രത്താഴ് കണ്ടിട്ട് ആ ഒരു കൊട്ടാരത്തിനോട് ഒരു സ്നേഹം തോന്നിയിട്ടുള്ളത് കൊണ്ടാവാം എന്തോ ആ കൊട്ടാരം കാണാൻ പോകാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ മ്യൂസിയത്തിനുള്ളിലെ ഫുള്ള് നമ്മുടെ ആ ഒരു രാജകുടുംബത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും, നമ്മുടെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും, കൊച്ചി എന്നുള്ള പേര് എങ്ങനെയാണെന്ന് വന്നെന്നുള്ളതും ഒക്കെ ഫുള്ള് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളാണ്. ഫുൾ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങളായിരുന്നു പാലസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. സോ ഞാൻ അതൊന്നും കവറപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ഫോട്ടോ എടുക്കാൻ ഞാൻ മിസ്സായി പോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ പൂട്ടൊക്കെ കണ്ടോ, ആ ഒരു വലിയ പൂട്ടാണല്ലേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ നമ്മുടെ വേറെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും ആരും തന്നെ എടുത്ത വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് അവരുടെ യൂട്യൂബ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനായിട്ടിനി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു, എന്നാലും അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത്രയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു അത്രയും പുരാതനമായിട്ടുള്ള ആ ഒരു മ്യൂസിയം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ സിനിമയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽസ് നമ്മുടെ മനസ്സിൽ വരും. നമ്മുടെ ശോഭന ഇരുന്നാക്കിൽ വാതിൽ കൂടി നോക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മെമ്മറീസും കൂടി നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതും വല്ലാത്തൊരു ഫീലും എക്സ്പീരിയൻസും ഒക്കെ തന്നെയാണ്. അതിൽ ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ഓരോ ക്ലിപ്പിങ്സും ഇങ്ങനെ മാറി പോകുമ്പോഴും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലെ ടൈൽസുകളാണ്. എൻ്റെ ഓരോ ക്ലിപ്പിങ്സിലും മാറി വരുന്നത് ഓരോ ടൈപ്പ് ഓഫ് ടൈലുകളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇത് തടി കൊണ്ടുള്ള ഒരു ഫ്ലോറായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ആട്ടിൻ തോലിൽ എഴുതിയൊരു ബൈബിളാണ്. പിന്നെ ഇത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെഹിക്കിൾസ് ആണ് പോകാനായിട്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ കുറേ ഞാൻ കവർ ചെയ്തിരുന്നു. കാരണം ഇതൊക്കെ പല്ലക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്. പല്ലക്കും കാര്യങ്ങളൊക്കെ, പല്ലക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സെക്ഷനായിട്ട് കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ ഓരോരോ കൊട്ടാരങ്ങൾ അവിടെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തടിയിൽ പല കൊട്ടാരങ്ങളും അമ്പലങ്ങളും ഒക്കെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. മ്യൂസിയം ഫുള്ള് കാണാൻ ഒരുപാടുണ്ട്. നമ്മുടെ ജ്വല്ലറി സെക്ഷനൊക്കെ അടിപൊളിയാണ്. ബട്ട് നമുക്ക് വീഡിയോസോ ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസിൽ കാണിക്കാത്തത്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ തെക്കിനി ആ ഒരു സംഭവം, നാഗവല്ലി, തെക്കിനി, അതൊന്നും ഈ പാലസിലുള്ള നമ്മുടെ മണിച്ചിത്രത്താഴ് 3 പാലസിലായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തെക്കിനിയൊക്കെ ഒരു സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ടതാണ്. സോ അതിവിടെ ഇല്ല. ഞാൻ കുറേ അന്വേഷിച്ചു അതെവിടെയാണെന്ന്. പക്ഷെ അവിടെ ചെന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അതിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് 3 പാർട്ടിലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നും തെക്കിനി സ്റ്റുഡിയോ സെറ്റ് ഇട്ടതാണെന്നൊക്കെ ഞാൻ അപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. ഞാൻ ഇപ്പോഴാണ് അന്വേഷിക്കാൻ പോയതിന് മുന്നേ അന്വേഷിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇനി നമുക്ക് ആ സിനിമയിലുണ്ടായിരുന്ന ആ കുളക്കടവും കാര്യങ്ങളൊക്കെ കാണണ്ടേ, അങ്ങോട്ടേക്ക് പോവാം. ഈ സ്ഥലവും നമ്മൾ ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനിൽ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റുമുള്ള ഈ കാടും, ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ. കാരണം ആ ഒരു ചീവീടുകളുടെ സൗണ്ടും ആ ഒരു കാടിൻ്റെ ആ ഒരു ശബ്ദമൊക്കെയാണ് ശരിക്കും ഈ ഒരു പ്ലേസിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പേടിയാവും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട്. ഇപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാവില്ല. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാനാണെങ്കിൽ ശരിക്കും ഒരു നമ്മുടെ യക്ഷി സിനിമയുടെയൊക്കെ ഒരു ഫീല് കിട്ടുന്നൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. ഞാൻ അവിടുത്തെ ആ ഒരു സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാവേ.
ഇനി നമുക്ക് നമ്മുടെ മോഹൻലാലും സുധീഷ് കുമാറിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ അവരെ രണ്ടുപേരും കണ്ട ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ കുളക്കടവായിരിക്കും. ആ കുളക്കടവിൻ്റെ ദൃശ്യങ്ങൾ, ആ ഒരു ദൃശ്യഭംഗി നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരാം. ഫുള്ള് കുറേ നടക്കാനായിട്ട് കേട്ടോ കുളക്കടവിൻ്റെ അങ്ങോട്ടേക്ക്. ഈ ഓടിട്ട് ഈ വഴിയിൽ കൂടി ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു 1 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും ശരിക്കും ഇവിടെ നിന്ന് അവിടം വരെ നടക്കാനായിട്ട്. ഈ പടവുകൾ മൊത്തം ഇറങ്ങിയിട്ട് വേണം നമുക്ക് കുളക്കടവിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. ഈ കുളക്കടവിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന വഴികളിൽ മൊത്തം ഉണ്ടല്ലോ നല്ല കേരള ഭംഗിയുള്ള കുറച്ച് വീടുകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തുളസിത്തറയും നടുമുറ്റവും ഒക്കെയുള്ള ചെറിയ ചെറിയ വീടുകൾ. അവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ നിൽക്കാനും കുളിക്കാനും ഒക്കെ. എനിക്ക് അങ്ങനെ തോന്നിയത് നടുമുറ്റവും തുളസിത്തറയൊക്കെ കണ്ടപ്പോഴേ. നമ്മൾ ചില സിനിമയിലൊക്കെ കാണില്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇറങ്ങി നിന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യണം. അതാണ് എനിക്ക് അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ശരിക്കും ആ ഒരു ഭാഗം കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. കേരളീയ തനിമ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ, കേരളീയ തനിമ നിലനിർത്തുന്ന സ്ഥലങ്ങളെന്നൊക്കെ, അതുപോലുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മുടെ കുളം, അപ്പം മേലേന്ന് കണ്ടതാണ് ഞാൻ നേരത്തെ കാണിച്ച വ്യൂ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ അവിടെ ആ പടവുകൾ ഫുള്ള് ഇറങ്ങി താഴത്തേക്ക് വരുമ്പോൾ കാണുന്ന വിഷ്വലാണ്. പൂട്ടിയിട്ടേക്കാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ടായിരിക്കും ആ പടവുകളുടെ മേലെ വരെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുളക്കടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ കയറാണ്. ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാനും പിന്നെന്താ മ്ലാവോ അങ്ങനെ ഒരു സാധനമില്ലേ, മാനും മ്ലാവോ അങ്ങനത്തെ ഒരു സാധനം, അങ്ങനെയുള്ളൊരു ചെറിയൊരു സൂവല്ല മാനുകളെയൊക്കെ വളർത്തുന്ന ആ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊരു പാർക്ക്, ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ മ്യൂസിയത്തിന് അവിടെ ഉള്ളത്. എന്തായാലും ഏകദേശം ഒരു 2 hours സ്പെൻഡ് ചെയ്യാൻ നല്ല ടൈമാണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനും വർത്തമാനം പറയാനും പിന്നെ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ അതിനൊക്കെ ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണലാണ്, നല്ല കാറ്റുണ്ട്. അങ്ങനെയൊക്കെ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഒരു വലിയൊരു ഡൈനോസറിൻ്റെ ഒരു നല്ലൊരു അടിപൊളി ഒരു പടുകൂറ്റൻ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തിരിച്ചു പോണ വഴിക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.